ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ആരൊക്കെ ഇപ്പൊ ശത്രുക്കളായി മാറിയത്? സ്വന്തം മകൻ, സ്വന്തം അമ്മായിയപ്പൻ, സ്വന്തം ജ്യേഷ്ഠൻ, ഏറ്റവും അടുത്ത ആളുകൾ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച് വേട്ടയാടുമ്പോൾ ഏത് ജീവിതത്തിലും എന്തുണ്ടാകും? പറഞ്ഞു, ഏത് ജീവിതത്തിൽ നിരാശ ഉണ്ടാകും. ഇവിടെ എൻ്റെ ജീവിതത്തിൽ ശത്രുവിനെ ഞാൻ കാണുന്നത് ഇങ്ങനെയുള്ള കൂട്ടത്തിലല്ല. ഞാനിവിടെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലോട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഏത് മനുഷ്യനും എന്തു വരും? പറഞ്ഞു, നിരാശ വരും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സ്വന്തം ജീവിതത്തിൻ്റെ നേരെ വരുമ്പോൾ ഏത് മനുഷ്യ ജീവിതത്തിലും എന്തുണ്ടാകും? നിരാശ ഉണ്ടാകും. പിടികിട്ടിയല്ലോ. ഇതാ 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 ദുഷ്ടന്മാർ. Behold the enemies. ഇതാ ദുഷ്ടന്മാർ. ഇനിയും ഈ വാക്യത്തിനകത്ത് ഈ ദുഷ്ടന്റെ കയ്യിൽ ഒരായുധമുണ്ട്. എന്താ ഉള്ളത്? ആയുധമുണ്ട്. എന്താ ആയുധം? വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തുടുക്കുന്നു. അപ്പോൾ ഈ ശത്രുവിൻ്റെ കയ്യിൽ എന്തുണ്ട്? ആയുധമുണ്ട്. ആയുധം എന്താ? അസ്ത്രം. അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ആയുധത്തിൻ്റെ പേര് എന്ത്? അസ്ത്രം. അങ്ങനല്ലേ? അങ്ങനല്ലയോ? വേദപുസ്തകത്തിൽ അസ്ത്രത്തിനൊരർത്ഥമുണ്ട്. ക്ലൂ തരാം. ഇപ്പം എല്ലാത്തിനും എന്തോ വേണം? ഇപ്പൊ അപ്പന്മാരെ പരിചയപ്പെടുത്തുന്ന പോലെ എന്തുകൊണ്ടാ? എന്തുകൊണ്ട്? ക്ലൂ കൊടുത്ത. ഇപ്പൊ ക്ലൂ തരാം. ക്ലൂവിനകത്ത് ഒന്നാമത്തെ ക്ലൂവിൽ ഈ ഉത്തരം എനിക്ക് കിട്ടുമെന്ന് അറിയട്ടെ. വേദപുസ്തകത്തിലെ അസ്ത്രത്തിൻ്റെ അർത്ഥം, ഒന്നാമത്തെ ക്ലൂ, ഇത് മധുരമുള്ളതല്ല. മധുരമുള്ളതല്ല, പിന്നെന്തുവാ? കയ്പ. പറയാ, ഇത് വായിൽ കിണക്കുന്നതല്ല, വായിന്ന് വരുന്നതാ. മോശം. കയ്പുള്ള വാക്കായ അസ്ത്രം. 64-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിലുണ്ട്. അവർ കയ്പുള്ള വാക്കായ അസ്ത്രം. അപ്പോൾ ഈ ശത്രുവിൻ്റെ എന്തുണ്ട്? ആയുധമുണ്ട്. ആയുധം അസ്ത്രമാണ്. അസ്ത്രം വേദപുസ്തകത്തിൽ എന്താണ്? കയ്പുള്ള വാക്ക്. രണ്ടടി ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്ന എന്തുവാ? മുറിവേൽപ്പിക്കുന്ന, പറഞ്ഞു, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ. ഞാൻ പലപ്പോഴും പറയാറുള്ള വിഷയമാണ്. ആത്മീയരാരും മദ്യപിക്കുന്നവരില്ല. മറ്റിതര ഉഡായിപ്പുകളൊന്നും ആർക്കില്ല. ആത്മീയരായ നമുക്ക് ഉഡായിപ്പുകളൊന്നും വലുതായിട്ട് ഇല്ല. പക്ഷേ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന എന്തുകൊണ്ടാ? പറഞ്ഞു, മുറിവേൽപ്പിക്കുന്ന വാക്ക്. അതുകൊണ്ടാണ് യേശുദമ്പുരാൻ പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. അപ്പോൾ തൻ്റെ നിരാശയുടെ ഒന്നാമത്തെ കാര്യം 2-ാം വാക്യത്തിലൂടെ വിശദീകരിച്ചു. എന്താ? ഏറ്റവും അടുത്ത ആളുകൾ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന വാക്കുകൊണ്ട് തന്നെ വേദനിപ്പിച്ചു. ഏറ്റവും അടുത്ത ആളുകൾ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ വേദനിപ്പിച്ചു. ഇതാണ് തൻ്റെ നിരാശയുടെ ഒന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഏറ്റവും അടുത്ത് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്തു വന്നു? നിരാശ വന്നു. 2, 11-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ബി എന്ന് പറയും. 1-ാം വാക്യത്തിൻ്റെ ബി പിരിവ്. 1-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. പക്ഷിയെ പോലെ
പക്ഷിയെപ്പോലെ പർവ്വതത്തിൽ പോയി ഒളിച്ചിരിപ്പീനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നു. തന്റെ നിരാശയുടെ രണ്ടാമത്തെ കാര്യം പറയാൻ പോവാ. എന്താ നിരാശയുടെ കാര്യം? പക്ഷിയെപ്പോലെ പറന്നു പോയെന്ന് നിങ്ങൾ എന്നോട് പറയും. രക്ഷ വേണമെങ്കിൽ എത്രയും വേഗം സ്ഥലം വിട്ടു പോ. ആരെ പോലെ? പക്ഷിയെപ്പോലെ പറന്നു പോ. സഹായം പ്രതീക്ഷിച്ച ആളുകൾ, സഹായം ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ആളുകൾ തക്ക സമയത്ത് കൈമലർത്തുമ്പോൾ ഏത് മനുഷ്യനും എന്തു വരുമോ? സഹായം ലഭിക്കുമെന്നും സ്നേഹം ലഭിക്കുമെന്നും നാം പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്ന് ലഭിക്കാതെ വരുമ്പോൾ, അവർ കൈമലർത്തുമ്പോൾ, മാറിപ്പോകുമ്പോൾ, മറന്നു പോകുമ്പോൾ ഏത് മനുഷ്യൻ എന്ത് വരുമോ മോനെ? ഒരു മനുഷ്യൻ ചൊറി പിടിച്ചു. ചൊറി പിടിച്ചിട്ട് ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചാരത്തിൽ പോയി കിടന്നു. കാര്യം പുളിയുള്ളത് കൊണ്ട് ഈ ചൊറിച്ചിലൊരു മാത്രം ചാരം ഒരു മെഡിസിനൂടാ. എന്നിട്ടും സഹിക്കാൻ വയ്യായിട്ട് ഓട്ടക്കലമിട്ട് കേട്ടിട്ടില്ലയോ? ചൊറിയുകയാണ്. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് ഭാര്യ കാഞ്ചീപുര സാരി ഉടുത്തോണ്ട് വന്നു. എടോ മനുഷ്യ, ഇയാൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇയാളുടെ കാര്യവും പോക്ക, എൻ്റെ കാര്യവും പറ. അതുകൊണ്ട് ഞാനൊരു ഓപ്ഷൻ തരാം. ബെറ്റർ ടു ഡിസ്പൈസ് ഗോഡ് ആൻഡ് ഡൈ. ദൈവത്തെ ത്യജിച്ചിട്ട് പോയി ചൊത്തുകള മനുഷ്യ. ഇയാളിങ്ങനെ ഉയരോടിരുന്നാൽ ഞങ്ങളുടെ അച്ഛൻ വേറൊരു കല്യാണമൊന്നും എനിക്ക് നടത്തി തരത്തില്ല. അതുകൊണ്ട് ഇയാളൊന്ന് ചത്ത് കിട്ടിയാൽ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ കത്തനാര്, ഞങ്ങളുടെ അച്ഛൻ ഒരു കല്യാണം. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ഭാര്യമാര്? ദൈവമക്കളെ, ഞാൻ 14 വർഷമായി ഈ ചക്രക്കസേരയിൽ കഴിയുന്നു. എനിക്ക് ഭാര്യയുണ്ട്, 3 മക്കളുമുണ്ട്. എനിക്ക് ടോയ്ലറ്റ് പോകുന്ന സെൻസേഷൻ ഇല്ല, പോകുന്നറിയത്തില്ല. ഇതിന് താഴോട്ട് ഒരു ചലനവും ഇല്ല, ഒരു സെൻസേഷനും ഇല്ല. ചിലപ്പോൾ രാത്രിയിലൊക്കെ അറിയാതെ ടോയ്ലറ്റിൽ പോകും. ഞാൻ ചില ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആകെ വൃത്തികേടായിട്ടായിരിക്കും വരുന്നത്. ഉപ്പായ മൂരി എന്നെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ അരത്തച്ച് പണിയുണ്ട്. ഇതൊക്കെ ക്ഷമയോടെ ചെയ്യുന്ന എൻ്റെ ജീവിത പങ്കാളിക്കായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ എപ്പോഴും കരുത്ത് നൽകുന്നത് സ്നേഹിക്കാൻ ഒരു കരമുള്ളതാണ്. അല്ലേ? അത് നഷ്ടപ്പെടുമ്പോൾ ഏത് മനുഷ്യനും എന്ത് വരും? പറഞ്ഞു, ഏത് മനുഷ്യൻ നിരാശ വരും. സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്ന് സഹായം ലഭിക്കാതെ അവ കൈമലർത്തുമ്പോൾ ഏത് മനുഷ്യനും അസ്വസ്ഥനാകും, നിരാശ വരും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം പറഞ്ഞല്ലോ. നെഞ്ചിന് താഴോട്ട് തളർന്നിരിക്കുന്ന മനുഷ്യന് ആർക്ക് വേണം? ഫുൾ ടൈം ട്യൂബ് ഇട്ടിരിക്കുക യൂറിൻ പോകാൻ. നേരെ കിടന്നിട്ട് 3.5 വർഷമായി നേരെ കിടന്നിട്ട്. എനിക്കൊരു പ്രഷർ സോറുണ്ട് ഇരിക്കുന്ന ഭാഗത്ത്, നേരെ കിടക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഈ വ്യത്യസ്ത അനുഭവങ്ങളിൽ ഉയിര് നൽകി, സ്നേഹം നൽകി എന്നെ കരുതുന്ന എൻ്റെ ജീവിത പങ്കാളിക്കായി നന്ദിയോടെ സ്തോത്രം. ജീവിതം എന്ന് പറയുന്നത് വളരെ വാല്യൂബിളാണ്. കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വഴി പിരിയേണ്ടതല്ല കുടുംബജീവിതമെന്ന് പറയുന്നത്. മനസ്സിലായോ പറയുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് വഴി വരികയല്ല.
അവിടെയാണ് ജീവിത പങ്കാളികളുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മളെ ബലപ്പെടുത്തുന്നത്. കൊണ്ട് മുന്നോട്ട് ഞാൻ പോകട്ടെ. അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഏറ്റവും അടുത്ത ആളുകൾ ശത്രുപക്ഷത്ത് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. 2, സഹായം ലഭിക്കും എന്ന് ചിന്തിച്ച ആളുകൾ തക്ക സമയത്ത് കൈമരത്തി പറഞ്ഞു, എത്രയും വേഗം സ്ഥലം വിട്ട് പോ. 3, മൂന്നാമത്തെ വാക്യം, അടിസ്ഥാനങ്ങൾ തകർന്നാൽ ഒരു ഭക്തൻ എന്ത് ചെയ്യും? തൻ്റെ നിരാശയുടെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാനം തകരുകയാണ്. അടിസ്ഥാനം തകരുന്നു. ഞാന് 10ാം ക്ലാസ്സിൽ തോറ്റയാളാണ്. 10ാം ക്ലാസ്സിൽ തോറ്റാലും അച്ഛനാകാം എന്ന് തെളിയിച്ചു കൊടുത്ത ആളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ തോറ്റാലും എൻ്റെ ജീവിതത്തെ ഞാൻ കണക്കിന് ജയിച്ചിട്ടില്ല. ജീവിതത്തിൽ കണക്കിന് ജയിച്ചിട്ടില്ല. SLC പരീക്ഷയ്ക്ക് എനിക്ക് കണക്കിന് കിട്ടിയ മാർക്ക് മൊട്ട 0. എൻ്റെ ചരിത്രം ഇന്ന് വരെ ആരും മാറ്റിയിട്ടില്ല. കാരണം മൊട്ടയെ താഴൊരു മാർക്ക് ഞാൻ അന്നത്തെ പരീക്ഷയ്ക്ക് എനിക്കൊന്നും എഴുതാൻ അറിയത്തോണ്ട് ചോദ്യപേപ്പർ 3 വട്ടം എഴുതി. ചോദ്യം 3 വട്ടം. 3 വട്ടം എഴുതുകൊണ്ടായിരിക്കും എന്നെ പേപ്പർ നോക്കിയ സാറിന് എന്നോട് ദേഷ്യം തോന്നുകൊണ്ട് വെട്ടിയിട്ടിട്ട് എന്തോ ചെയ്തു. ഞാൻ ചിന്തിക്കായിരുന്നു, 1 വട്ടം എഴുതിയിരുന്നെങ്കിൽ 1 മാർക്കെങ്കിലും. അങ്ങനെ 10ാം ക്ലാസ്സിൽ അങ്ങനെ കള്ളമല്ല ഞാൻ പറയാം, അതിശക്തിയല്ല, തോറ്റാണ്. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പം എനിക്ക് 2 ആഗ്രഹമുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ഭാര്യയ്ക്ക് കണക്കറിയണം. എന്തോ അറിയണം? അത് എനിക്കെന്തോ അറിയത്തില്ലേ? ഞാൻ കണക്കാ. നമുക്ക് കണക്കറിയണം. പിന്നെ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും പോയി പ്രസംഗിച്ചോണം, ഒരു സ്ഥലത്തും പോയി പാട്ട് കാര്യം എനിക്ക് അത്ര വീക്ക്നെസ്സാ. ഏത് പാട്ട് എനിക്ക് പാടിക്കഴിഞ്ഞാൽ കുഴപ്പമാകും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്തറിയണം? 2 ഡിമാൻഡേ വെച്ചുള്ളൂ. കണക്ക് വേണം, പാട്ടറിയണം. ഞാൻ ഓടി നടന്ന് പെണ്ണ് കണ്ടൊരച്ഛനല്ല. ഓടി നടന്നത് എൻ്റെ അപ്പനും അമ്മയും കൂടെ പോയി ഒരു പെങ്കൊച്ചിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു പോയി കാണാൻ പറഞ്ഞു. എൻ്റെ മക്കൾ ഇന്നത്തെ പോലെ ഈ മൊബൈൽ ഫോണൊന്നും അന്ന് ഞാൻ ചിന്തിക്കരുത്, ദൈവം ഇന്നൊക്കെ എന്ത് നല്ലതായിരുന്നു. അന്ന് ഈ സാമാനമൊന്നുമില്ല. അതോ എൻ്റെ വീട്ടിൽപ്പെട്ട എല്ലാവരും കൂടെ ചേർന്ന് കാണാൻ വരുന്നത്. ആരെ കാണാൻ? അപ്പൊ എനിക്കെൻ്റെ ഭാര്യയോടൊന്ന് സംസാരിച്ചേ പറ്റൂ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു, എനിക്ക് ഇവളോട് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കണം. അപ്പൊ അനുവദിച്ചു. ഞങ്ങളുടെ ഒരു മുറിക്കകത്ത് കയറ്റി ഞാനിവിടെ കൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2 ചോദ്യം ചോദിച്ചു. 1, കൊച്ചെ നിനക്ക് കണക്കറിയാവോടി? എന്താ അറിയാമോന്ന്? എൻ്റെ അച്ഛാ, ഞാൻ BSc B.Ed മാത്തമാറ്റിക്സ്. അപ്പം എനിക്കതൊന്നും വേണ്ട. തെറ്റുകൂടാതെ കൂട്ടാൻ അറിയാമോ? എനിക്ക് B.Ed ഒന്നും വേണ്ട. ഓക്കെ, റെഡി. അപ്പൊ അത് പാസ്സായി. അടുത്ത ചോദ്യം എന്തോ? പാട്ടാനറിയാമോ? അവള് പറഞ്ഞു, ഞാൻ ഗായക സംഘത്തിലെ അംഗമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വിശ്വാസക്കുറവ്. കാരണം കെട്ടിയിട്ട് വീട്ടിൽ ചെന്ന് കല്യാണത്തിൻ്റെ ആദ്യ രാത്രി ഇവളോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഇവിടെ പാടുന്നത് കാളരാഗമാണെങ്കിൽ കളയാൻ ഒക്കോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒക്കത്തില്ല, എനിക്കൊന്ന് പാടിയേ കേൾക്കണം.
അവൾ ഉടനെ പാടി. നിങ്ങൾ ചിരിക്കുമെന്ന് എനിക്കറിയാം. അവൾ പാടിയ പാട്ടെന്നറിയോ? കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ. പാട്ടറിയത്തില്ലേ? കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ദൈവമക്കളെ, ഞാൻ എന്തിനാ പറഞ്ഞതറിയോ? അടിസ്ഥാനമെന്ന് പറയുന്നത്, മനുഷ്യൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അവൻ്റെ കുടുംബമാണ്. പിടികിട്ടിയോ? അവൻ്റെ പറ, അവൻ്റെ കുടുംബമാണ് അടിസ്ഥാനം. ദാവീദ് നല്ല ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ മക്കളെ വളർത്തുന്നതിൽ he totally failed and defeated. മക്കളെ ദൈവഭയത്തിൽ വളർത്തുന്നതിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആര്? ദാവീദ്. പണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുമായിരുന്നു, ചൊല്ലും മക്കളെ വളർത്തേണ്ടത്, ചൊല്ലും ചോറും കൊടുത്ത. ഇന്ന് രണ്ടുമില്ല. ചൊല്ലുമില്ല. ഇന്ന് ചോറും പൊറോട്ടയും കൂടെ വെച്ചാൽ ഏതും കൊണ്ട് പിള്ളേർ പോവും? ഉണ്ടെന്നില്ല. ചോറും പൊറോട്ടയും കൂടെ മേശപ്പുറത്ത് വെച്ചാൽ നിങ്ങൾ ഏതും കൊണ്ട് പോകും? നൂഡിൽസും ചോറും കൂടെ വെച്ച് ഏതും കൊണ്ട് പോകും? അപ്പോൾ ഇന്ന് ചൊല്ലുമില്ല, ചോറുമില്ല എന്ന് പറഞ്ഞതുപോലെ മക്കളെ വളർത്തുന്നതിലേക്ക് അവൻ പരാജയപ്പെട്ടു. മക്കൾ തമ്മിൽ കണ്ടാൽ തമ്മിലടിക്കുകയാണ്. അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുക. ദൈവമക്കളെ, മക്കൾ തമ്മിലടിക്കുമ്പോൾ അടിസ്ഥാനം വിളക്കുകയാണ്. തൻ്റെ നിരാശയുടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഏറ്റമെടുത്ത ആളുകൾ ശത്രുപക്ഷത്ത്. 2, സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷ ആളുകൾ കൈമലർത്തി. 3, അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബ ബന്ധത്തിന് ഇളക്കം സംഭവിച്ചു. കുടുംബം എന്ന് പറഞ്ഞ ഫ്രജയിലാണ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥാപനമാണ്. നാളെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടവരാ നിങ്ങൾ, കുടുംബജീവിതത്തിലായിരിക്കുന്നവരാ നിങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, കുടുംബം എന്ന് പറയുന്നത് വളരെ ഫ്രജയിലാണ്. ഹാൻഡിൽ വിത്ത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥാപനമാണ്. അതിന് തകർച്ച നേരിട്ടെങ്കിൽ ഏത് മനുഷ്യ ജീവിതത്തിൽ എന്ത് വരും? നിരാശ വരും, തകർന്നു പോയി. എന്നാൽ ഈ നിരാശ വന്ന ദാവീദ് ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൂയിസൈഡ് ചെയ്യാനോ മദ്യപിക്കാനോ ഒന്നുമല്ല പോയത്. മറിച്ച് ഈ പ്രശ്നങ്ങളുടെ മുഖത്ത് ഈ മകൻ തന്നെ എതിർക്കുമ്പോൾ കൊട്ടാരമൊക്കെ വിട്ട് ഓടി ഈ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് തൻ്റെ നിരാശയുടെ വിഷയങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞു. ദൈവം ഇടപെട്ടുകൊണ്ട് അവൻ്റെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുകയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ 1ാം ഭാഗത്ത് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിരാശ വന്നത്, എങ്ങനെയാണ് ദൈവം ഇടപെട്ടവൻ്റെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുന്നത്. 1 വായിച്ചിട്ട് 4ാമത്തെ വാക്യം. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. ശ്രദ്ധിക്കണം പറയുന്നത്. എൻ്റെ ജീവിതാനുഭവങ്ങളുടെ ചാലിച്ചാ പറയാൻ പോകുന്നത്. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. തൻ്റെ വിശുദ്ധ മന്ദിരം വായിക്കാതിരുന്നാൽ പിന്നീട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് only two words. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം വായിക്കാതിരുന്നാൽ പിന്നെ only 2 words, the first and the last words. ഇതൊക്കെയാ. കർത്താവ് പറയൂ, കർത്താവ് ഉണ്ട്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, പ്രതിയോഗികളുണ്ട്, ശത്രുക്കളുണ്ട്. ചേർത്ത് പറയണം, ഇതിന്റെ മധ്യത്തിൽ എന്നെ നടത്തുന്ന ഒരു
പറ, കർത്താവുണ്ട്. കർത്താവ് ഇതിന്റെ മധ്യത്തിൽ എന്നെ നടത്തുന്ന ഒരു ആരുണ്ട്? കർത്താവുണ്ട്. അപ്പൊ പ്രശ്നങ്ങളില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ഉണ്ടോ? കർത്താവ് ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകുമെന്നുമല്ല, ഈ പ്രശ്നങ്ങൾക്കകത്ത് ആരുണ്ട്? കർത്താവുണ്ട്. ആര് കൈവിട്ടാലും, പറ, ആര് കൈവിടിഞ്ഞാലും, ആരിട്ടിട്ട് പോയാലും ഇട്ടിട്ട് പോകാത്ത ഒരു ദൈവം നമ്മോട് പറ കൂടെയുണ്ട്.